Hi friends, ഞാൻ പ്രിൻസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുരുമുളകിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കാം. ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് എങ്ങനെയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, കുരുമുളക് ചെടിയുടെ മേലെ കയറാനായിട്ടാണ് നമ്മളൊരു അലുമിനിയം ലാഡർ വെച്ചിട്ടുണ്ട്. ആ ലാഡറിൻ്റെ മേലെ കയറിയിട്ട് വേണം നമുക്ക് അത് പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് കൂടുതൽ കുരുമുളകില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് മാത്രമേ ഉള്ളൂ. കൂടി വന്നാൽ 7-8 കിലോ കുരുമുളക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും എല്ലാ ചെടിയുമേ നല്ലപോലെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ്. ഉറുമ്പിൻ്റെ കൂട്. ഇങ്ങനെ ഉറുമ്പ് കൂടുതലുള്ളിടത്ത് നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ನಾವು ಮರದ ಮೇಲೆ ಹತ್ತಲ್ಲ, ಕೆಳಗಿರೋದ್ರ ಕೀಳ್ಬೋದು. ಆ ಮರದಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ಮರ. നമ്മുടെ കുരുമുളക് പറിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് കുരുമുളക്, മൂത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ പറിച്ച് വേണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കുരുമുളക് ചെടിയിൽ നിന്നെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ തിരിയിൽ നിന്ന് കുരുമുളകിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 2 ചാക്ക് കുരുമുളകാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ വേർതിരിച്ച് ഉണക്കിയെടുക്കുമ്പോൾ ഒരു 7-8 കിലോ കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത പ്രോസസ്സ് കുരുമുളകിൻ്റെ തിരിയിൽ നിന്ന് കുരുമുളകിനെ വേർതിരിച്ച് എടുക്കണം. അത് നമ്മുടെ മമ്മിയും നീതുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ കുരുമുളക് വിതിരിയിട്ടുകൊണ്ട് അതിൻ്റെ മേലെ ചവിട്ടി അടർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുരുമുളകിൻ്റെ തിരിയിൽ നിന്ന് കുരുമുളക് വേർതിരിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം വേണ്ടി വരും ഗൈസ്. കുരുമുളകിനെ തിരിയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത പ്രോസസ്സ് നല്ലപോലെ ഉണക്കിയെടുക്കണം. അത് ഉണക്കാനായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ചൂട് കിട്ടും. എന്തായാലും ഒരു 3-4 ദിവസത്തിന് നല്ലപോലെ ഉണങ്ങി കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ്, കുരുമുളക് ഏകദേശം ഒരാഴ്ച പിടിച്ചു അത് ഉണങ്ങി കിട്ടാനായിട്ട്. നല്ലോണം ഉണങ്ങിയിട്ട് വേണം നമ്മൾ എടുത്ത് കെട്ടി വയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പൂത്തു പോകും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും, അതും പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ദിസ് ഈസ് പ്രിൻസ് ഫ്രം ഇവ മീഡിയ സൈനിങ് ഓഫ്.